സച്ചി രേവതിയും കൂടി വർഷയെ കണ്ടെത്തി വർഷയോട് ശ്രീകാന്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം വർഷയോട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും എങ്ങനെയൊക്കെ സംഭവിച്ചു എന്തൊക്കെ സംഭവിച്ചു എന്ന് രേവതി വർഷയോട് തുറന്നു പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് സങ്കടമാണ്. ഈശ്വര, ഞാൻ എന്ത് അബദ്ധം ചെയ്തത്, ഞാൻ ശ്രീകാന്തിനെ വിഷമിപ്പിച്ചു, എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എടുത്തു ചാടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അയ്യോ സോറി 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 ഈശ്വര, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. എനിക്ക് ശ്രീകാന്തിനെ അറിയാം, അവൻ എന്നെ ചീറ്റ് ചെയ്യില്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്നൊക്കെ പറയാണ് വർഷ. സാരമില്ലെങ്കിൽ ഇപ്പം അതൊന്നും സംസാരിക്കാനുള്ള സമയമില്ല, വാ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവാം, ഹോട്ടലിലേക്ക് പോവാം എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയാണ്, ഞാൻ ശ്രീകാന്തിനെ ഒന്ന് വിളിച്ച് പറയട്ടെ സച്ചേട്ട, ഒന്ന് ശ്രീകാന്തിനെ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ വർഷ പറയാണ്, വേണ്ട, ഒത്തിരി നേരം കൂടി സസ്പെൻസായിട്ട് നിൽക്കട്ടെ എന്നൊക്കെ പറയണം, അവ ഒത്തിരി നേരം കൂടി ടെൻഷൻ അടിക്കട്ടെ എന്നൊക്കെ പറയണം. പോണ വഴിക്ക് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടി മേടിക്കണേ എന്നൊക്കെ പറയണം. അങ്ങനെ രേവതിയും സച്ചിയും കൂടി വർഷയെയും കൂട്ടിയിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്ത് ഹോട്ടലിൽ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മായിയും, അതായത് ചന്ദ്രമതിയുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ശ്രീകാന്തിനോട് ആനന്ദ് വന്നിട്ട്, അതായത് സുധിയുടെ കൂട്ടുകാരൻ ആനന്ദ് വന്നിട്ട്, ഞാനൊന്ന് മിമിക്രി അവതരിപ്പിക്കട്ടെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അവതരിപ്പിക്കാൻ പറയുന്നത്. അങ്ങനെ ആനന്ദിൻ്റെ മിമിക്രി തുടങ്ങുകയാണ്. ആനന്ദ് പറയുന്നുണ്ട്, ഇങ്ങനെ ഞാനൊരു ചെറിയ കലാകാരനാണ്, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദ്, മോഹൻലാൽ, സുരാജ് വെഞ്ഞാറമൂട്, മധു എന്നിവരുടെയൊക്കെ മിമിക്രി അഭിനയിച്ച് തകർക്കുകയാണ്. ഇതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യേണ്ട, കൈയടിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ ഇടയിലൊന്നും എൻജോയ് ചെയ്യാത്ത ഒരാളുണ്ട്, അത് വേറെ ആരുമില്ല, നമ്മുടെ ശ്രീകാന്താണ്. ശ്രീകാന്തിന് ആകെ വിഷമം വന്നിട്ട് ശ്രീകാന്ത് ഫോണിൽ ഇങ്ങനെ വർഷയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കിട്ടണില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ശ്രീകാന്ത് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പരിപാടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ അച്ഛമ്മയും ശ്രീകാന്തിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ രവീന്ദ്രൻ പറയും, അമ്മയെ വന്നേ പറഞ്ഞിട്ട് അമ്മേനെയും വിളിച്ചിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ശ്രീകാന്തെ എന്താ വർഷ വരാത്ത, സത്യം പറ, നിങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ എന്ന് പറയുന്നത് ശ്രീകാന്ത്. പിന്നെ എന്താ ഇത്ര നേരമായിട്ട് അവൾ വരാത്ത, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലാണ്ട് അവൾ ഇത്ര ലേറ്റ് ആവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി വന്നിട്ട് പറയണത്, കുറേ നേരമായി അവൾ ഇപ്പോൾ വരും എന്ന് പറയുന്നത്, പക്ഷേ അവളെ കാണാനില്ലല്ലോ, സത്യം പറയാം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയും, ഒന്നുമില്ല അച്ഛാ, വർഷം ഇങ്ങോട്ട് വരും, വരാതിരിക്കില്ല, അവളിപ്പോൾ വരും എന്നൊക്കെ പറയണം. അങ്ങനെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, സത്യം പറ, നീ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറക്കണ്ടാക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ പറയണം. പക്ഷേ ശ്രുതിക്ക് അത് വിശ്വാസമാവാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി രേവതിയും പ്രത്യക്ഷമാവാണ്. അപ്പോൾ സച്ചിനെയും രേവതിനെയും കാണുമ്പോൾ രവീന്ദ്രൻ പറയണത്, സച്ചി രേവതി വന്നൂലോ എന്ന് പറയണത്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് പരിസരം മറന്നിട്ട് ശ്രീകാന്ത് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, സച്ചേട്ടാ വർഷ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി സച്ചി ഒന്നും മിണ്ടില്ല. അപ്പോൾ വർഷ എവിടെ സച്ചേട്ടാ ചോദിക്കുകയാണ്. അപ്പോഴും അവരൊന്നും മിണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ വർഷേനെ, വർഷ എവിടെയെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരു നിമിഷം എന്താന്ന് സംഭവിച്ചിരിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ എന്താ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വർഷ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ട്, ഫ്രോക്കൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വർഷ വരികയാണ്. വർഷേനെ കാണുമ്പോൾ ശ്രീകാന്തിന് സമാധാനമാണ്. വർഷ അങ്ങനെ നല്ല സുന്ദരിയായിട്ട് വന്ന സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ സമാധാനവും. അപ്പോൾ വർഷയുടെ അമ്മ ചോദിക്കുക, എവിടെയായിരുന്നു വർഷ നീ ഇത്ര നേരം, നിനക്ക് ഒരു ഫംഗ്ഷൻ ആയാലെങ്കിൽ നേരത്തെ എത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് മഹിമ വഴക്ക് പറയാണ്. അങ്ങനെ ആ സമയത്ത് വർഷ പറയും, വെയിറ്റ് ഞാനൊന്ന് പറയട്ടെ, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന് ഞങ്ങളുടെ, അപ്പം ഞാനല്ലേ എൽത്തത്താരം, അപ്പം ഞാൻ ഇത്തിരി ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വരണ്ടേ. സത്യത്തിൽ ഡബ്ബിങ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി ലേറ്റായി. ഡബ്ബിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടാൻ ലേറ്റായി. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാതെ എങ്ങനെ വരിക, അന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല, അപ്പം ഞാനൊന്ന് സുന്ദരിക്കുട്ടി ആവാൻ നിന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതെന്നൊക്കെ പറയണം. എനിവേ ശ്രീകാന്തെ നീ പേടിച്ചോ ചോദിക്കുമ്പോൾ ഞാൻ പേടിച്ചു, ഇത്ര നേരം ഞാൻ പേടിച്ചു, എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി വളരെയധികം പ്രേമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പറയണത്, അതേ മതി റൊമാൻസ് ഒക്കെ കാണിച്ചത്, കേക്ക് മുറിക്കുക എന്ന് പറയണം. അങ്ങനെ പറയണ സമയത്ത് ഫംഗ്ഷൻ ഇത്രയും ലേറ്റായി എന്നറിയോ, എത്ര പേരാ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, വേഗം കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർഷേനെയും ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ശ്രീകാന്ത് പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് സച്ചിയോട് പറയുന്നത്, സച്ചിയേട്ടാ എവിടെ വെച്ചിട്ട് വർഷേനെ കണ്ടേ, എവിടുന്നാ നിങ്ങൾക്ക് അവളെ കിട്ടിയേ, നിങ്ങൾ എവിടുന്നാ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം, നീ ഇപ്പോൾ ആദ്യം പോയിട്ട് ഫംഗ്ഷൻ നടക്കട്ടെ പറയണ സച്ചി. അപ്പോൾ സച്ചേട്ടാ താങ്ക് യു സച്ചേട്ടാ പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിട്ട് നിൽക്കാനിട്ട് രേവതി. അങ്ങനെ രേവതിയോട് പറയാം, എടുത്തി താങ്ക്സ്, എടുത്തി പറഞ്ഞാൽ ഒന്ന് പോടാ അങ്ങോട്ട് ചെല്ലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി ശ്രീകാന്തിനെ അങ്ങോട്ട് വിടാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവർ കേക്ക് മുറിക്കാൻ കയറി. എല്ലാവരോടും ഇങ്ങനെ സോറിയൊക്കെ പറഞ്ഞു, ലേറ്റായി, ഞങ്ങൾ ഇത്തിരി ലേറ്റായി, സോറി എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചടങ്ങിലേക്ക് പോവാണ്.
പരസ്പരം അവർ സംസാരിച്ചിട്ട് അങ്ങനെ ചടങ്ങിലേക്ക് പോവാണ്. അപ്പോൾ കേക്ക് മുറിക്കാൻ പറയണ ശ്രുതി കേക്ക് മുറിക്കിടാന്ന് പറയണം. അങ്ങനെ കേക്ക് മുറിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ശ്രീകാന്തും വർഷയും രേവതിയെ പറ്റി സംസാരിക്കുന്നുണ്ടായി. ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ നിന്നത് രേവതി ചേച്ചിയാണ്. കുറേ പഴി കേൾക്കേണ്ടി വന്ന ചേച്ചിക്ക് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിനെ പറഞ്ഞ രേവതി ചേച്ചിയോടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയണതെന്ന് പറയാൻ വർഷ പറയും. എൻ്റെ ചേച്ചിയാണ് രേവതി ചേച്ചി. എനിക്ക് ഈ ഒരു ജന്മത്തെ സ്നേഹം മുഴുവൻ ഒരു വർഷം കൊണ്ട് രേവതി ചേച്ചി എനിക്ക് തന്നു. എന്നെ ശരിക്കും ഒരു അനിയത്തിയായിട്ട് കെയർ ചെയ്ത് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം എനിക്ക് ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. ചേച്ചി ശരിക്കും എൻ്റെ ചേച്ചി തന്നെയാണ് എന്നൊക്കെ പറയാൻ ശ്രീകാന്തും രേവതിക്ക് താങ്ക്സ് പറയാണ്. അത് കഴിഞ്ഞിട്ട് രേവതീനെ കഴിഞ്ഞിട്ട് പിന്നെ സച്ചിനെ പറയാണ് വർഷ. സച്ചിയേട്ടനെ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, വെറുപ്പായിരുന്നു. സച്ചിയേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അടുത്തറിഞ്ഞപ്പോൾ സച്ചിയേട്ടനെ പോലെ ഇത്രയും സ്നേഹമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ സച്ചിയേട്ടൻ്റെ ഏട്ടനും സച്ചിയേട്ടൻ്റെ അനിയത്തിക്കുട്ടിയാണ് ഞാൻ എന്നൊക്കെ പറയാണ്. ചേട്ടൻ എൻ്റെ ഏട്ടനും ഞാൻ സച്ചിയേട്ടൻ്റെ അനിയത്തിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് കണ്ണൊക്കെ നിറയാണ്, രേവതിക്ക് കണ്ണ് നിറയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തത് രവീന്ദ്രനെയും അച്ഛമ്മേനെയൊക്കെ പറ്റി സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രുതിനെയും എല്ലാവരെയും പറ്റിയിട്ടും ഈ 2 വാക്കുകൾ പറയുന്ന സമയത്ത് വീണ്ടും കേക്ക് മുറിക്കാമെന്ന് ശ്രുതി നിർബന്ധിക്കുമ്പോൾ അങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങാണ്. അങ്ങനെ കേക്ക് മുറിക്കലിച്ചു. പരസ്പരം അവർ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അത് കഴിഞ്ഞ് അവർ തമ്മിൽ പരസ്പരം പറഞ്ഞു, സ്നേഹത്തിനെ പറ്റി പറഞ്ഞു. ഞങ്ങളിപ്പോഴും ലവ് ബേർഡ്സാണ്, ഞങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല എന്നാണ് ഒരു ഷോയ്ക്ക് പോയപ്പോൾ പറഞ്ഞത്. അവിടെ ഏറ്റവും നല്ല കപ്പിൾസ് സച്ചിയേട്ടനും രേവതി ചേച്ചിയായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എൻ്റെ കൺമുൻപിൽ ഏറ്റവും നല്ല കപ്പിൾസ് സച്ചിയേട്ടനും രേവതി ചേച്ചിയും തന്നെയാണ് എന്നൊക്കെ പറയുന്ന വർഷയും ശ്രീകാന്തും കൂടി ആ ഒരു സ്റ്റേജിൽ സച്ചിനും രേവതിനെയാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ്, അവർ അത്രയും നല്ല കപ്പിൾസ് ആണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ്. പക്ഷെ ഇതൊന്നും പിടിക്കാതെ ഒരാൾ ചുണ്ടുകൊട്ടിയിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ശ്രുതിക്ക് ഒന്നും ഇത് ഇഷ്ടാവില്ല കേട്ടോ. അങ്ങനെ പുകത്തിലും എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് വർഷയുടെ അച്ഛനെ അമ്മേനെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. വർഷയുടെ അച്ഛനെ അമ്മേനെയൊക്കെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു മോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ പറ്റി സംസാരിക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല. അത് കഴിഞ്ഞ് അച്ഛമ്മേനെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛമ്മ എന്ന് വെച്ചാൽ ഒരു വലിയൊരാളാണ്. എന്താ പറയുക, അച്ഛമ്മയെ പറ്റി പറയാൻ വാക്കുകളില്ല. അച്ഛമ്മ അത്രയും ഇതാണ്. അച്ഛമ്മ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ ലോകം തന്നെ വേണമെങ്കിൽ അച്ഛമ്മ താങ്ങി നിർത്താനുള്ള കഴിവ് അച്ഛമ്മയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയണം, മോളെ നിൻ്റെ അച്ഛനെ മർമ്മവിദ്യ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോണത്. നിൻ്റെ അച്ഛനൊരു പണി കൊടുക്കാമെന്ന് എങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ വളരെ ഹാപ്പിയായി, ആരും ഒന്നും അറിയാതെ അങ്ങനെ വർഷയുടെ ശ്രീകാന്തിൻ്റെ വെഡ്ഡിങ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മഹിമയ്ക്കും ഭർത്താവിനും, അതായത് വർഷയുടെ അച്ഛൻ എങ്ങനെ ഒരു പണി കൊടുക്കാം എന്നിങ്ങനെ കാത്തിരിക്കുകയാണ് അച്ഛമ്മ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവബഹുലമായിട്ടൊന്നും ഇല്ല, എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്മണ്ണീർ പൂ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരോടും എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ നാളത്തെ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്